ശബരിമല യുവതി പ്രവേശന സമയം മുതൽക്കേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണിലെ കരടാണ് തന്ത്രി. മുഖ്യമന്ത്രിയുടെ അന്നത്തെ പകയാണ് ഇപ്പോൾ പുതിയ പോർമുഖം തുറക്കാൻ കാരണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM-നേറ്റ കനത്ത ആഘാതവും ഉന്നത സഖാക്കളുടെ അറസ്റ്റ് സൃഷ്ടിച്ച നാണക്കേടും മറികടക്കാനും ജനശ്രദ്ധ തിരിച്ചുവിടാനുമാണ് തന്ത്രിയെ ജയിലിലാക്കിയത്. ദേവസ്വം വിജിലൻസ് ഓഫീസർ ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തെ ചോദ്യം ചെയ്തോ? ഒരേ കുറ്റം ചെയ്ത ഇവർ തന്ത്രിയോടൊപ്പം പ്രതിയാവേണ്ടതല്ലേ? നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SAT അന്വേഷണം വഴിതെറ്റിയ സാഹചര്യത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റും ജയിൽവാസവും സംശയത്തിന്റെ നിഴലിലായി. ശബരിമല യുവതി പ്രവേശന സമയം മുതൽക്കേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണിലെ കരടാണ് തന്ത്രി. യുവതി പ്രവേശനം നടന്നാൽ ആചാരലംഘനം നടന്നതായി കണക്കാക്കുമെന്നും നട അടച്ച് താൻ ശുദ്ധികലശം നടത്തുമെന്നും കണ്ഠരര് രാജീവര് പരസ്യമായി നിലപാടെടുത്തിരുന്നു. ഉറഞ്ഞു തുള്ളിയ പിണറായി വിജയൻ അഡ്വക്കേറ്റ് N വാസുവിനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് A പത്മകുമാറിനെയും കൊണ്ട് തന്ത്രിയെ ഭീഷണിപ്പെടുത്തി. സുപ്രീം കോടതി വിധി ലംഘിച്ചതിന് കേസെടുത്ത് തന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കുമെന്നായിരുന്നു വാസുവിന്റെ ഭീഷണി. യശശരീരനായ പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ പുത്രൻ ജ്യോതിഷ് തന്ത്രിയെ ശബരിമലയിൽ തന്ത്രിയാക്കാനായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെട്ട നവോത്ഥാന സംഘത്തിന്റെ ഉദ്ദേശം. എന്നാൽ ജ്യോതിഷ് തന്ത്രി ഈ ഓഫർ നിരസിച്ചു. തന്ത്രിക്ക് ആചാര സംരക്ഷണത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി പരിരക്ഷ ഉണ്ടെന്നും നട അടച്ച് ശുദ്ധികലശം നടത്തിയാൽ സർക്കാരിനോ ബോർഡിനോ ഒന്നും ചെയ്യാനാവില്ല എന്നും എന്ത് വന്നാലും താൻ നോക്കുമെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ തന്ത്രിയെ അറിയിച്ചു. അന്ന് കണ്ഠരര് രാജീവര് നട അടച്ച് ശുദ്ധികലശവും നടത്തി. ആരും ഒന്നും ചെയ്തില്ല. മുഖ്യമന്ത്രിയുടെ അന്നത്തെ പകയാണ് ഇപ്പോൾ പുതിയ പോർമുഖം തുറക്കാൻ കാരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന വ്യക്തമായ സൂചനകൾ ആണ് പുറത്തുവരുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM-നേറ്റ കനത്ത ആഘാതവും ഉന്നത സഖാക്കളുടെ അറസ്റ്റ് സൃഷ്ടിച്ച നാണക്കേടും മറികടക്കാനും ജനശ്രദ്ധ തിരിച്ചുവിടാനുമാണ് തന്ത്രിയെ ജയിലിലാക്കിയത്. ചേര തവളയെ വിഴുങ്ങിയ പോലെയാണ് ഇപ്പോൾ SAT-യുടെ സ്ഥിതി. അകത്ത് പിടിച്ചിട്ടിട്ട് തെളിവ് കണ്ടുപിടിക്കാമെന്നായിരുന്നു SAT-യുടെ കണക്കുകൂട്ടൽ. അത് പാളിപ്പോയി. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ SAT മുമ്പോട്ട് വെച്ച കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. അഴിമതി നിരോധന നിയമം തന്ത്രി ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരനല്ല, അതുകൊണ്ട് ഇത് നിലനിൽക്കില്ല. തന്ത്രി മാസം തോറും വാങ്ങുന്ന 1500 രൂപ ശമ്പളമല്ല. 2, കട്ടിളപ്പാളി കൊണ്ടുപോകാൻ അനുജ്ഞ നൽകാത്തത് ആചാരലംഘനമാണ്. ഇതാണ് വിചിത്രം. ആചാരത്തിന്റെ അവസാന വാക്കായ തന്ത്രി ആചാരലംഘനം നടത്തി എന്ന് പറയുന്നത് പോലീസാണ്. അനുജ്ഞ എന്നാൽ ദേവഹിതം, അതായത് അനുമതി എന്തുകൊണ്ട് നൽകിയില്ല എന്ന് SAT ചോദിക്കുമ്പോൾ തന്ത്രി എന്തുകൊണ്ട് കളവിന് കൂട്ടുനിന്നില്ല എന്നാണ് ചോദിക്കുന്നത്. 3, എല്ലാം കണ്ടുനിന്ന തന്ത്രി പരാതി നൽകിയില്ല. തന്ത്രി ആരോട് പരാതി പറയും? പരാതി പറയുമ്പോൾ കേൾക്കേണ്ടവരാണ് ഇളക്കിക്കൊണ്ടു പോകുന്നത് തന്നെ. ഉടമസ്ഥനായ ബോർഡ് കൊണ്ടുപോകുമ്പോൾ തന്ത്രി ആരോട് പറയും? ശബരിമലയിലെ കാര്യങ്ങൾ നോക്കാൻ ഹൈക്കോടതി നിയമിച്ച ജില്ലാ ജഡ്ജിയായ സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടായിരുന്നില്ലേ അന്ന്? അദ്ദേഹം അറിഞ്ഞില്ലേ? അദ്ദേഹത്തെ ചോദ്യം ചെയ്തോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ദേവസ്വം വിജിലൻസ് ഓഫീസർ ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തെ ചോദ്യം ചെയ്തോ? ഒരേ കുറ്റം ചെയ്ത ഇവർ തന്ത്രിയോടൊപ്പം പ്രതിയാവേണ്ടതല്ലേ? 4, വാജിവാഹനം പുതിയ കൊടിമര പ്രതിഷ്ഠ നടന്നപ്പോൾ പഴയ വാജിവാഹനം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് കാണിച്ച് തന്ത്രി ദേവസ്വം ബോർഡിന് കത്ത് കൊടുത്തിരുന്നു. തുടർന്ന് മഹസറിൽ എഴുതി ഒപ്പിട്ട് തന്ത്രി വാജിവാഹനം കൊണ്ടുപോവുകയും ചെയ്തു. പരാതി ഉയർന്നപ്പോൾ തന്ത്രി വാജിവാഹനം തിരികെ നൽകാം എന്ന് പറഞ്ഞ് കത്തും കൊടുത്തു. തിരികെ വാങ്ങാൻ ബോർഡ് കൂട്ടാക്കിയില്ല. തന്ത്രി വീട്ടിൽ സൂക്ഷിച്ചു. തൻ്റെ കയ്യിൽ ഭദ്രമായി ഉണ്ടെന്ന് തന്ത്രി പറഞ്ഞിരുന്ന വാജിവാഹനം 7 മണിക്കൂർ നീണ്ട റെയ്ഡിൽ SAT കണ്ടുപിടിച്ചു. ഇവിടെ സ്കോട്ട്ലൻഡ് യാർഡിന്റെ നിലവാരത്തിലേക്ക് ഉയർന്നു SAT. 5, പിടിച്ചകത്തിടുകയും ചെയ്തു. തെളിവ് ഒന്നും കിട്ടിയതുമില്ല. ഇനിയാണ് കള്ളക്കഥകൾ. തന്ത്രിയെ കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെട്ട് SAT. കസ്റ്റഡിയിൽ എന്തെങ്കിലും പറയിപ്പിക്കാം എന്നായിരുന്നു ധാരണ. അങ്ങനെയാണ് തിരുവില്ലായിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ തന്ത്രി 2.5 കോടി രൂപ നിക്ഷേപിച്ചു എന്നും സ്ഥാപനം പൂട്ടിയപ്പോൾ നഷ്ടപ്പെട്ട പണത്തെക്കുറിച്ച് എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്നും SAT പുതിയ വാദമുഖം ഉന്നയിച്ചത്. തനിക്ക് അങ്ങനെയൊരു ഇടപാടേ ഇല്ല എന്ന് തന്ത്രി പറഞ്ഞു. 7 മണിക്കൂർ നീണ്ട റെയ്ഡിൽ ഒരു കച്ചിത്തുരുമ്പ് പോലും SATക്ക് കിട്ടിയതുമില്ല. ഇപ്പോൾ പറയുന്നത് ചെന്നൈയിലെ മദ്യ വ്യവസായത്തിൽ പണം നിക്ഷേപിച്ചു എന്നാണ്. കമ്പനിയുടെയും ബാർ ഹോട്ടലിന്റെയും പേര് തനിക്ക് കൂടി പറഞ്ഞു തരാമോ എന്ന് തന്ത്രി SATയോട് ചോദിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ജനുവരി 9 കൊല്ലം വിജിലൻസ് കോടതിയിൽ വന്ന ജാമ്യ ഹർജി പരിഗണിക്കാൻ
പ്രോസിക്യൂഷൻ സമ്മതിച്ചില്ല. അതിനിടയിൽ ഒരു ദിവസം കസ്റ്റഡിയിലും വാങ്ങി. ജനുവരി 19-ന് ഹർജി വീണ്ടും വന്നു, വീണ്ടും മാറ്റി. ജനുവരി 27-ന് വന്നപ്പോൾ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി. അപ്പോൾ കോടതിക്ക് സംശയമായി, കസ്റ്റഡി നൽകിയില്ല. ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 2-ന് ജാമ്യ ഹർജി വരുമ്പോൾ തനിക്ക് കേസ് പഠിക്കണമെന്നും ജാമ്യ ഹർജി ഇപ്പോൾ പരിഗണിക്കാൻ പറ്റില്ല എന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞാൽ തന്ത്രിയുടെ ജാമ്യം വീണ്ടും നീളും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM-ന്റെയും ആവശ്യവും അതാണ്. ബാലൻസിംഗ് ഫാക്ടറായി തന്ത്രിയും ജയിലിൽ കിടക്കണം. ഇവരെല്ലാം ഒരു കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും: അയ്യപ്പനോട് കളിച്ച ആരും രക്ഷപ്പെട്ടിട്ടില്ല. എന്തായാലും കലിയുഗവരതനായ ധർമ്മശാസ്താവ് തന്റെ പിതാവിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തിറക്കും. മാത്രമല്ല, തന്ത്രിയുടെ അറസ്റ്റും ജയിൽവാസവും തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും തന്ത്രിയോടടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു.